ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. പത്മ, ഇപ്പൊ തന്റെ ടെൻഷനൊക്കെ മാറിയോ? മാറി. കുറേ നാൾക്ക് ശേഷം മനസ്സറിഞ്ഞ് അമ്മയെന്ന് വിളിക്കുന്ന സൂര്യൻ ഞാൻ കണ്ടു. ഇനി ഞാൻ ഒരിക്കലും അവനെ അവിശ്വസിക്കില്ല. എനിക്കെന്റെ മോനെ വിശ്വാസമാണ്. കുറച്ചു നേരം മുമ്പ് വരെ താൻ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. കുറച്ചുനേരം മുമ്പ് വരെ നിങ്ങൾ പറഞ്ഞെന്താ? ഈ നടന്ന കാര്യങ്ങൾക്ക് മുഴുവൻ ഞാനാ തെറ്റുകാരിന്നല്ലേ പറഞ്ഞു. ഇപ്പൊ എന്തു പറയുന്നു? എനിക്ക് സംശയമായിരുന്നു. അല്പമൊക്കെ താല്പര്യം സൂര്യ ഈ വിവാഹത്തിൽ കാണിച്ചു തുടങ്ങിയെങ്കിലും ആ പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ അവൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. പക്ഷെ അതല്ല, അവൻ അവളെ ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. അവനു വേണ്ടി ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമ്പോ ഞാൻ ആഗ്രഹിച്ചതും ഇതൊക്കെ തന്നെയാണ്. കുറച്ചു നേരം ടെൻഷനായി കണ്ണീര് കുടിച്ചു. സാരില്ല, അവനല്ലേ. ഏതൊക്കെ രീതിയിൽ അവൻ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. എത്രയോ തവണ എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്. പത്മ, എന്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ശത്രുതയോടെ ഞാൻ അവനോട് പെരുമാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനെല്ലാം അവസാനിപ്പിക്കാം. ഇനി അവനോട് പിണങ്ങാൻ എനിക്ക് പറ്റില്ല. ഇത്രയും നാളത്തെ കടങ്ങളൊക്കെ തീർത്ത് ഞാൻ എന്റെ മോനെ സ്നേഹിക്കാൻ പോവാ. അളകാപുരിയിലെ പത്മയുടെ ഗാംഭീര്യമൊന്നും ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കില്ല. എനിക്ക് സൂര്യയുടെ അമ്മ എന്നുള്ള പേര് മാത്രം മതി. എനിക്കിപ്പൊ തോന്നുന്നത് എന്താണെന്നറിയോ? ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നന്നായി. അല്ലെങ്കിൽ താൻ ഇത്രയും നന്നായിട്ട് ചിന്തിക്കില്ലായിരുന്നല്ലോ. ഇങ്ങനെ അവനെ സ്നേഹിച്ചു തുടങ്ങില്ലായിരുന്നല്ലോ. വിവാഹവും അതിന്റെ തിരക്കുകളൊക്കെ ഒന്ന് കഴിയട്ടെ. എന്നിട്ട് ഇനി അവനെല്ലാം നോക്കി നടത്തട്ടെ. വേണം. ഒരു കാലത്ത് അവൻ എന്തൊക്കെയായിരുന്നുവോ അതിലേക്ക് അവൻ തിരിച്ചെത്തട്ടെ. ബിസിനസ്സും നമ്മുടെ കുടുംബവും ഒക്കെ അവൻ ഇഷ്ടമുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാം. നമുക്ക് കാഴ്ചക്കാരായാൽ മതി, സന്തോഷമുള്ള കാഴ്ചക്കാര്. പോരേടോ? ഇനി എനിക്കൊന്ന് ഉറങ്ങണം. സന്തോഷത്തോടെ ഉറങ്ങണം. ചേച്ചി, ഒരു കാര്യം ഉറപ്പായി. കൈവിഷം കൊടുത്തിട്ടാണോ ചിരിച്ചു മയക്കിയിട്ടാണോ ഏട്ടനെ അവള് കയ്യിലെടുത്ത് കഴിഞ്ഞു. ഇനി അവള് നമ്മളോട് പക വീട്ടുന്നതേ ഏട്ടനെ ഉപയോഗിച്ചായിരിക്കും. നാശം പിടിച്ചവള്. വരുന്ന വഴിയിൽ വണ്ടി ഇടിച്ച് ചത്താ മതിയായിരുന്നു. അങ്ങോട്ട് നോക്ക്. അവള് വരുന്നുണ്ട്. അങ്ങോട്ട് നോക്കട്ടെ. ഏയ് ഇന്ദ്ര ചേച്ചി, ഞാനിന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടും ഒരു സാമാന്യ മര്യാദയ്ക്ക് എന്നെ വിഷ് പോലും ചെയ്തില്ലല്ലോ രണ്ടുപേരും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. പക്ഷേ
നിങ്ങൾ രണ്ടുപേരും അത്ര ഹാപ്പി ഒന്നും അല്ലല്ലോ. ഞാനിപ്പോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്റെ അമ്മയോടാ. ഇവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ എന്റെ അമ്മ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേര് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ചു. നിങ്ങൾ രണ്ടാളും എന്താ കരുതിയത്? സൂര്യ എവിടെയോ ഒളിച്ചോടിപ്പോയി, നാളെ ഈ വിവാഹം നടക്കില്ല, അങ്ങനെയൊക്കെയല്ലേ ചിന്തിച്ചത്? സത്യത്തില് എന്റെ നാത്തോമാര് പാവങ്ങളാ. നിങ്ങളുടെ കുഴപ്പം എന്താന്നറിയോ? നിങ്ങൾക്ക് ശരിക്കും എന്നെ മനസ്സിലായിട്ടില്ല. യെസ്, നിങ്ങൾക്ക് വിശ്വനാഥന്റെ മകൾ മിത്രയെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളെ മുതൽ ഞാൻ അളകാപുരിയിൽ ഉണ്ടാകും, സൂര്യയുടെ ഭാര്യയായിട്ട്. നമുക്ക് ചില കണക്കുകളൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട്. അതിൽ ഒന്നാമത്, ആളുകളുടെ നടുവിൽ വെച്ച് എന്റെ അച്ഛനെ കൊണ്ട് മാപ്പ് പറയിക്കാൻ ശ്രമിച്ചത്. രണ്ടാമത്, ഈ വിവാഹം മുടക്കാൻ ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. മൂന്നാമത്, ഞാൻ ആ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാൻ നിങ്ങൾക്ക് മേലെ ആയിരിക്കുമോ എന്ന നിങ്ങളുടെ ഭയം. അക്കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം. മിത്ര ഒരു പടി മേലെ ആയിരിക്കും. ഒരു പടി മേലെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ തലയ്ക്ക് മേലെ. ബഹളം വെച്ച് ആളെ കൂട്ടണ്ട. ഈ ലോകത്ത് ഒരുത്തിയുടെ മുമ്പിലും തോറ്റു തരുന്നവളല്ല ഈ മിത്ര. മര്യാദ എന്താന്ന് ചേച്ചിയെയും അനിയത്തെയും ഞാൻ പഠിപ്പിച്ചു തന്നിരിക്കും. സൂര്യയുടെ ഫ്രണ്ട്സ് പാർട്ടിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. എനിക്ക് അങ്ങോട്ട് പോണം. ചേച്ചി അനിയത്തെയും എന്തായാലും ഇന്നത്തെ രാത്രി ഉറങ്ങാൻ പോകുന്നില്ലല്ലോ. ചെന്നിരുന്ന് തല പുകഞ്ഞ് ആലോചിക്കും. ഞാൻ അളകാപുരിയിൽ എത്താതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോന്ന്. മക്കള് കളിക്കാൻ അറിയുന്നവര്, പക്ഷെ കളിക്കാനായി കൈ എത്തിപ്പിടിച്ചത് മൂർഖം പാമ്പിനെ ആയിപ്പോയി. നേരിട്ടിങ്ങനെ വെല്ലുവിളിക്കുന്നവള് എന്തൊക്കെ ചെയ്യുന്ന നോക്കി കാണാം. തൽക്കാലം അവള് ജയിച്ചു. പക്ഷേ അളകാപുരിയില് നമുക്ക് മുകളിൽ വേറെ ഒരുത്തി വേണ്ട. Hey guys, Vivek, are you ready for the party? Okay, Surya. Everything okay. Yes. Sorry friends, ഞാൻ കാരണം ഈ പാർട്ടി കുറച്ച് ലേറ്റ് ആയി പോയി. പക്ഷേ നേരം വെളുക്കും വരെ നമുക്ക് ആഘോഷിക്കാൻ സമയമുണ്ട്. ആൻഡ് ദെൻ ഇതാണ് മിത്ര, എന്റെ പെണ്ണ്. ഹായ്. പിന്നെ ഒരു കാര്യം കൂടി, മിത്രയ്ക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. Today is her birthday. Happy birthday, Mitra. Happy birthday. Please wish her. പിന്നെ ഒരു കാര്യം, ഇന്ന് വിവാഹത്തിന്റെ പാർട്ടി മാത്രമല്ല, മിത്രയുടെ ബർത്ത്ഡേ പാർട്ടി കൂടിയാണ്. Let us celebrate. എൻ നെഞ്ചിനുള്ളിൽ കൊഞ്ചാനെത്തും പഞ്ചാരക്കിളിയെ, ചെറുചുണ്ടിൽ മെല്ലെ ചുളം മൂളിയ ചെമ്മാനക്കൊയിലെ, ഒന്ന് കാണാനുണ്ടേ മോഹം, ഒന്ന് ചേരാനുണ്ടേ ദൂരം, മഞ്ജു മഞ്ചാടിപ്പൂഞ്ചേലിൽ നിന്റെ മുണ്ടാട്ടം. എൻ നെഞ്ചിനുള്ളിൽ കൊഞ്ചാനെത്തും പഞ്ചാരക്കിളിയെ, ചെറുചുണ്ടിൽ മെല്ലെ ചുളം മൂളിയ ചെമ്മാനക്കൊയിലെ.
അവസ്ഥ എന്താന്ന് കണ്ടോ? അവള് കുടിക്കൊന്ന് മുൻപ് തന്നെ നമുക്ക് അറിയാവുന്നതല്ലേ. പക്ഷെ കുടിച്ചു കുഴിഞ്ഞിരിക്കുന്ന ഇവളുടെ ഈ അവസ്ഥ കാണേണ്ടവർ കണ്ടാലോ? ആര്?